പെട്ടവർക്ക് ആജ്ഞ നൽകണമെന്ന് മാത്രമേ അടിയന് അപേക്ഷയുള്ളൂ. ഇതുകേട്ട രാജാവ് എന്തെന്നില്ലാതെ അന്താളിച്ചുപോയി. അദ്ദേഹം ഭടന്മാരെയും മന്ത്രിയെയും അരികിൽ വിളിച്ച് ഉടൻ തന്നെ സമർത്ഥരായ കിങ്കരന്മാരെ നാട്ടിന്റെ നാനാഭാഗത്തേക്കും അയച്ച് വേണ്ട അന്വേഷണം നടത്തി അവളുടെ ഭർത്താവിനെ അന്നു സന്ധ്യയ്ക്ക് മുമ്പായി കണ്ടുപിടിക്കണമെന്ന് ആജ്ഞാപിച്ചു. രാജാജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് മന്ത്രി ഉടൻ തന്നെ മേൽ നടപടികൾക്കായി തന്റെ കിങ്കരന്മാർക്ക് കൽപ്പന കൊടുത്തു. അവർ നാടിന്റെ നാനാഭാഗത്തും പാഞ്ഞു തിരച്ചിൽ നടത്തി. യാതൊരു ഫലവും ഉണ്ടായില്ല. രാജാവ് പലതവണ അവളുടെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിന് അവൾ വഴങ്ങിയില്ല. അങ്ങനെ അവസാനം അദ്ദേഹം അവളുടെ അഭിലാഷമനുസരിച്ച് ചിത കൂട്ടി കൊടുത്തുകൊള്ളാനും അവളുടെ ഉദ്യമത്തിൽ ആരും തടസ്സമുണ്ടാക്കാതിരിക്കാനും കർശനമായ ആജ്ഞ നൽകി. നേരം സന്ധ്യ കഴിഞ്ഞു. ഒരു യുവതി തന്റെ ചോരക്കുഞ്ഞിനോടൊന്നിച്ച് രാജാവിന്റെ മുമ്പിൽ വെച്ച് ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യുവാൻ പോകുന്നു എന്ന വാർത്ത നാടെല്ലാം കാട്ടുതീ പോലെ പരന്നു. വിവിധ വികാരാധീനരായി പ്രേക്ഷക വൃന്ദം സഹസ്രക്കണക്കിന് തടിച്ചുകൂടി. രാജകൽപ്പന അനുസരിച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് ഉഗ്രമായ ഒരു അഗ്നികുണ്ഡം